നമസ്തേ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നമസ്കാരം. യോഗ ഒരു പ്രൊഫഷണലായും ജീവിതചര്യയായും പഠിക്കുകയും ജീവിതത്തിലുടനീളം പ്രാവർത്തികമാക്കുകയും ചെയ്യാൻ ശ്രമം നടത്തുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ യോഗയെക്കുറിച്ചുള്ള പല അവമതിപ്പുകളെയും ബലഹീനതകളെയും ചൂണ്ടിക്കാണിക്കുന്നതിനും യോഗയിലൂടെ കൂടുതൽ അറിവും അതോടൊപ്പം ഉയർന്ന ജീവിത നിലവാരവും വന്നു ചേരുന്നതിനുമായി ഞാൻ ആരംഭിച്ചിട്ടുള്ള ഈ യൂട്യൂബ് ചാനലിലൂടെ യോഗയെക്കുറിച്ച് ഒരു അടിസ്ഥാന അവബോധം ഓരോ വ്യക്തികളിലേക്ക് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഉണ്ടായിരിക്കേണ്ടതും അതിലൂടെ യോഗയെ നോക്കിക്കാണുമ്പോൾ അത് കൂടുതൽ ഔന്നത്യത്തിൽ എത്തുകയും നല്ല രീതിയിലേക്ക് അത് നിങ്ങളെ വളരാൻ സഹായിക്കുകയും ചെയ്യുമെന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് എൻ്റെ ഓരോ വീഡിയോകളിലൂടെയും യോഗയുടെ ഓരോ വശങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും ഈ വീഡിയോസുകൾ അറിയിക്കുന്ന പ്രാധാന്യത്തോടു കൂടി അത് സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കുകയും ചെയ്യുക. കാരണം ഇപ്പോൾ പുതിയ തലമുറയിൽ ലോകമാസകലം യോഗയെ കൊണ്ടുപോകുന്നത് ഒരു ശരിയായ രീതിയിലല്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. പ്രത്യേകിച്ച് ഈ 21ാം നൂറ്റാണ്ടിൽ യോഗയെ പോലും അതിൻ്റെ യാഥാർത്ഥ്യം, അതിൻ്റെ പരമസത്ത ഉൾക്കൊള്ളാതെ അതിനെ തെറ്റായ രീതികളിലേക്ക് മാറ്റി വേറൊരു വഴിയിലൂടെ കൊണ്ടുപോയി അതിനെ വികലമാക്കി അതിലൂടെ ഓരോ വ്യക്തികളുടെയും മനസ്സിനെയും ശരീരത്തെയും വികൃതമാക്കുന്നതിന് മാത്രമാണ് അത് ഉപകരിക്കുകയുള്ളൂ. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു പരമയാഥാർത്ഥ്യം വരും ദിവസങ്ങളിലുള്ള എൻ്റെ വീഡിയോകളിലൂടെ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളെ ഓരോരുത്തരെയും ബോധ്യപ്പെടുത്തുവാൻ എനിക്ക് സാധിക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. എല്ലാ ഗുരുക്കന്മാരുടെയും ഗുരുപരമ്പരകളുടെയും മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് എൻ്റെ ഈ എളിയ സംരംഭം നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്നുള്ള പ്രത്യാശയോടുകൂടി ഞാൻ ആരംഭിക്കുന്നു. നന്ദി, നമസ്കാരം. പണ്ട് ഒരു കവി പാടിയിട്ടുണ്ട്, വീട്ടി ഭട്ടത്തിരപ്പാട് ആണെന്ന് തോന്നുന്നു. വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം. അതായത് വെളിച്ചത്തിലേക്കുള്ള വഴി നമ്മൾക്ക് ദുഃഖം പകരുന്നതും തമസിലൂടെ പോകുന്നത് സുഖകരവുമാണെന്നാണ് ഈ കവിയുടെ പക്ഷം. അപ്പോൾ തമസ് എങ്ങനെയാണ് സുഖകരമാകുന്നത്? ഒരു വ്യക്തിയുടെ ഗുണങ്ങളെ 3ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. 1 തമോ ഗുണം, 2 രാജസിക ഗുണം, 3 സ്വാത്വിക ഗുണം. തമോ ഗുണം എന്ന ഗുണത്തെക്കുറിച്ച് മാത്രം പഠിച്ചാൽ തന്നെ ഏകദേശം നമുക്കൊരു യോഗയെ എങ്ങനെയാണ് ഉണർത്തേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു കാഴ്ചപ്പാട് ലഭിക്കും. ഇതിനെ അടിസ്ഥാനപ്പെടുത്തി നിങ്ങൾ എക്സസൈസ് ചെയ്യുകയോ മറ്റുള്ള എന്ത് ക്രയവിക്രയങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിനേക്കാളും കൂടുതലായിട്ടുള്ള ഒരു സൗഖ്യം, സുഖം അനുഭവപ്പെടും. എന്താണ് തമോ ഗുണം എന്ന് ആദ്യം പഠിക്കണം. തമോ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ശരീരത്തെ സംബന്ധിച്ച് മലദ്വാരം മുതൽ നമ്മളുടെ സോളാർ പ്ലെക്സ് അവസാനിക്കുന്നത് വരെയുള്ള താഴെയുള്ള മണ്ഡലത്തെ അവലംബിച്ചുള്ള ജീവിത രീതിയാണ് തമോ ഗുണം. ആ ഒരു എനർജി ലെവൽ ഒരു വ്യക്തി എപ്പോഴും
കീപ്പ് ചെയ്തുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ അവൻ തമോ ഗുണപ്രധാനിയാണ് എന്ന് പറയാം. അപ്പോൾ വിശദമായി പഠിക്കേണ്ട ഒരു സബ്ജക്റ്റാണ് തമോ ഗുണം. തമോ ഗുണത്തെ അറിഞ്ഞാലാണ് നമ്മൾക്ക് മറ്റുള്ള ഗുണങ്ങളിലേക്ക് വളരുവാൻ സാധിക്കുകയുള്ളൂ. തമോ ഗുണം എന്ന് പറഞ്ഞാൽ ആഹാരം, നിദ്ര, ഭയം, മൈഥുനം. ഈ 4 കാര്യങ്ങളിൽ ഒതുങ്ങി ഒരു വ്യക്തി ജീവിക്കുമ്പോൾ അത് തമോ ഗുണത്തിലാണ് ആ വ്യക്തിയുടെ ജീവിതം എന്ന് പറയാം. അത് അബോധത്തിലുള്ള ജീവിത രീതി എന്ന് പറയാം. അൺകോൺഷ്യസ് മൈൻഡിലാണ് ആ വ്യക്തി ജീവിക്കുന്നത്. അതായത് ജന്മനാലുള്ള വാസനകളെ കൊണ്ട് മാത്രം ജീവിക്കുന്നു. ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ ആ കുട്ടിക്കുണ്ടാകുന്ന 4 തരം വാസനകളാണ് ഉണ്ടാകുന്നത് ജനിക്കുമ്പോൾ തന്നെ. ഒന്ന്, ആഹാരം കഴിക്കുക. ആഹാരം കഴിക്കുന്നതിന് വിശപ്പുണ്ടാകുമ്പോൾ ആ കുട്ടി കരയും. ആഹാരം കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഉറങ്ങുക എന്നുള്ളതാണ്. പിന്നെ എതിർ ലിംഗത്തോടൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു അട്രാക്ഷൻ, അത് ജന്മനാൽ തന്നെ കിട്ടുന്നതാണ്. അതോടൊപ്പം 4ാമത്തെ ഒരു ആക്ഷനും കൂടി അവിടെ നടക്കുന്നുണ്ട്. അതാണ് ഭയം. ഭയത്തോട് കൂടിയിട്ടാണ് ഏതൊരു വ്യക്തികളും ജനിക്കുന്നത്. ഈ 4 കാര്യങ്ങളിൽ ജീവിക്കുന്ന വ്യക്തികളെയാണ് തമോ ഗുണത്തിൽ ജീവിക്കുന്ന വ്യക്തികൾ എന്ന് പറയുന്നത്. ആഹാരം കഴിക്കുക, ഉറങ്ങുക, മൈഥുനത്തിൽ ഏർപ്പെടുക, അതുപോലെ തന്നെ ഭയത്തോടു കൂടി ജീവിക്കുക. ഇത്തരം ജീവികളെ അബോധത്തിൽ ജീവിതം നയിക്കുന്നവരാണ്. ഇത്തരം ജീവികളെയാണ് തമോ ഗുണത്തിൽ ജീവിക്കുന്നവർ എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ വൈബ്രേഷൻ എനർജി എന്ന് പറയുന്നത് ഒരേ ദിശയിലൂടെ സഞ്ചരിക്കുന്നതാണ്. ഈ ആഹാരം, നിദ്ര, ഭയം, മൈഥുനം ഇത്യാദി കാര്യങ്ങളെ കൊണ്ടാണ് ഈ ലോകം തന്നെ വിഭാവനം ചെയ്യപ്പെട്ടിട്ടുള്ളത് പോലും. ഈ ലോകം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ തമോ ഗുണത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. തമോ ഗുണത്തിലേക്ക് ഒരു വ്യക്തിയെ കൂടുതൽ അടുപ്പിക്കുന്നതിന്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് മാത്രം ജീവിക്കുന്നതിന് ഏകോപിപ്പിക്കുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന ഭരണ സംവിധാനങ്ങളും മതങ്ങളും മറ്റ് സാമൂഹ്യ പശ്ചാത്തലങ്ങളും ഒരുക്കുന്നതിനാണ് ഏറ്റവും കൂടുതൽ ആളുകൾ സമയവും അവരുടെ കഴിവുകളും പരമാവധി പ്രയോജനപ്പെടുത്തുന്നത്. കാരണം അത് വളരെ ഈസിയാണ്. ഏകദേശം 1-2 എക്സാമ്പിൾ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം ബോധ്യപ്പെടും. ഒരു വ്യക്തി ആഹാരശീലങ്ങളിൽ താല്പര്യമുള്ള വ്യക്തി, അവൻ ഏതെങ്കിലും ഒരു സ്പെഷ്യലുള്ള വിഭവമാണെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഏതെങ്കിലും ഒരു ആഹാരം വെച്ച് നീട്ടിയാൽ അവൻ അത് കഴിക്കാൻ വളരെ ഈസി ആയിട്ട് തയ്യാറാവും. അപ്പോൾ അൺകോൺഷ്യസ് മൈൻഡിലൂടെ ജീവിക്കാൻ പ്രേരിപ്പിക്കാനും അതിലൂടെ ആൾക്ക് ആ തരത്തിലുള്ള സുഖത്തിലേക്ക് എത്തിക്കാൻ വളരെ ഈസി ആയിട്ട് സാധിക്കും. അതിന്മേൽ നിയന്ത്രണം സാധിച്ച വ്യക്തികൾക്ക് യോഗയിലേക്ക് പ്രവേശിക്കാൻ തന്നെ പറ്റൂ എന്നുള്ളതാണ് ഭാരതീയ മതം. അതിന്മേൽ എങ്ങനെ നിയന്ത്രണം പറ്റും എന്ന് ചിന്തിക്കുന്നിടത്താണ് നമ്മളുടെ ആധ്യാത്മിക സാധന ആരംഭിക്കുന്നത്. ആഹാരത്തെ എങ്ങനെ നിയന്ത്രിക്കാം, നമ്മുടെ ഉറക്കത്തെ എങ്ങനെ നിയന്ത്രിക്കാം, നമ്മുടെ ഭയത്തെ എങ്ങനെ നിയന്ത്രിക്കാം, നമ്മളുടെ ലൈംഗിക ചോദനയെ എങ്ങനെ നിയന്ത്രിക്കാം. ഇതിന്മേൽ നിയന്ത്രണം വന്നിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ച് അവൻ കുറച്ചും കൂടി ഉയർന്ന വ്യക്തിത്വം പരിപാലിക്കാൻ സാധിക്കും. അതല്ലെങ്കിൽ തമോ ഗുണത്തിൽ തന്നെ നിൽക്കുന്ന വ്യക്തികളെ മറ്റുള്ള പരസ്യങ്ങളിലൂടെയും ഭരണചക്രങ്ങളിലൂടെയും മറ്റ് സാമൂഹിക മത മേലധ്യക്ഷന്മാരുടെയും ഇംഗിതങ്ങൾക്കും മറ്റും വഴങ്ങി അതിലൂടെ അവരുടെ ജീവിതവും സമയവും എല്ലാ സമയവും ചൂഷണം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിലൂടെ ആഹാരം, നിദ്ര, ഭയം, മൈഥുനം ഇതിലൂടെ ഓരോ വ്യക്തികളുടെയും അവൻ്റെ എനർജിയെയാണ് ചൂഷണം ചെയ്യപ്പെട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരു ആഹാരത്തിനോട് താല്പര്യമുള്ള വ്യക്തിയെ വിവിധ തരം ആഹാരങ്ങളെ ചൂണ്ടിക്കാണിച്ച് പരസ്യത്തിലൂടെയും ഹോട്ടലുകളുടെയും മറ്റ് സ്മെല്ലായിട്ടും മണമായിട്ടും രുചിയായിട്ടും ഒക്കെ കാട്ടിക്കൊടുത്ത്, വിഭവങ്ങളായിട്ടും കളർഫുള്ളായിട്ടും ഒക്കെ കാട്ടിക്കൊടുത്ത്
അവനെ അതിലേക്ക് ആകർഷിച്ചെടുക്കുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. മറിച്ച് ഇതേ വ്യക്തിയെ തന്നെ ഇതിന്മേൽ നിയന്ത്രണം കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. അതുകൊണ്ടാണ് പണ്ട് കാലത്ത് ആ കവി പാടിയത്, തമസ്സല്ലോ സുഖപ്രദം, തിന്നും കുടിച്ചും കഴിയുക, ഉദര ഉപസ്ഥ വ്യായാമമായിട്ട് ജീവിതം കഴിച്ചു കൂട്ടുക. 90% ആളുകളും ലോകം മുഴുവൻ തന്നെയും ഈ ഒരു നിശ്ചിത പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ജീവിക്കുന്നവരാണ്. അതിൽ തന്നെ വിഭാവനം ചെയ്തിട്ടുള്ള ലോകമാണ് നമ്മളെ നയിക്കുന്നതും. പാശ്ചാത്യ എല്ലാ മതങ്ങളും ഇതിൽ ഒതുങ്ങി നിൽക്കുന്നവരാണ് എന്നുള്ള തിരിച്ചറിവ് ആദ്യം കൊണ്ടുവന്നതിന് ശേഷം യോഗയിലേക്ക് പ്രവേശിച്ചാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് അതിന്മേൽ ഒരു നിയന്ത്രണം കൊണ്ടുവരാൻ സാധിച്ചേക്കും. നന്ദി, നമസ്കാരം.